വത്തിക്കാൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് അതിപുരാതനമായ ചുമരുകൾക്കും താഴിട്ട് പൂട്ടിയ വാതിലുകൾക്കും അപ്പുറം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ തുറക്കുകയാണ്. ചുവന്ന മേലങ്കി അണിഞ്ഞ് ഒരു കൂട്ടം ആളുകളുടെ രഹസ്യമായ കൂടിച്ചേരൽ 100 കോടി ആത്മാക്കളുടെ മാർഗദർശിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അവിടെ ക്യാമറകളില്ല, മൈക്രോഫോണുകളില്ല, അടക്കം പറച്ചിലുകൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറം അധികാരത്തിനു മാത്രം സ്ഥാനം. പാപ്പൽ ഇലക്ഷൻ അഥവാ കോൺക്ലേവ്, ലോകത്തെ ഏറ്റവും മിസ്റ്റീരിയസ് ആയ ലീഡർഷിപ്പ് ട്രാൻസിഷൻ, അധികാര കൈമാറ്റം. ആ വിശുദ്ധമായ ചുമരുകൾക്കപ്പുറം എന്താണ് നടക്കുന്നതെന്നറിയാൻ കാലങ്ങളായി വെൽവെറ്റ് കർട്ടൻ മാറ്റി നോക്കുന്ന ഫിലിം മേക്കേഴ്സ് കുറവൊന്നുമല്ല. ഇന്നിവിടെ പറയാൻ പോകുന്നത് പുതിയ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ടെൻഷനും ഹിസ്റ്ററിയും ഡ്രാമയും എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായ 5 സിനിമകളെക്കുറിച്ചാണ്. 1968 ദ ഷൂസ് ഓഫ് ദി ഫിഷർമാൻ, 2011 ഹബേമസ് പാപ്പം, 2009 ഏഞ്ചൽസ് ആൻഡ് ഡീമോൺസ്, 2019 ദ ടു പോപ്സ്, 2024 കോൺക്ലേവ് എന്നിവ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സിനിമകളെല്ലാം പാപ്പസി അഥവാ പോപ്പ് അധികാരത്തെക്കുറിച്ച് ഇത്രയധികം ഒബ്സസ്ഡ് ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പാപ്പൽ ഇലക്ഷൻ അഥവാ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് ഒരു മതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും തുടങ്ങി വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ആത്മാവിനെ പരിവർത്തനം ചെയ്യുന്നതിൽ വരെ എത്തി നിൽക്കുന്ന ഒന്നാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ കാലം മുതൽ മധ്യകാലഘട്ടത്തെ അധികാര പോരാട്ടങ്ങളിലൂടെ നീങ്ങി നവോത്ഥാന കാലത്തെ അഴിമതികളിലും ശീതസമരങ്ങളുടെ നയതന്ത്ര ബുദ്ധിയിലും മാർപ്പാപ്പ വെറുമൊരു സ്പിരിച്വൽ ഗൈഡ് അഥവാ ആത്മീയ വഴികാട്ടി മാത്രമായിരുന്നില്ല. ഒരു കിങ് മേക്കർ ആയിരുന്നു, ഒരു പീസ് ബ്രോക്കർ ആയിരുന്നു, ചിലപ്പോഴൊക്കെ സ്വേച്ഛാധിപതികൾ കൂടിയായിരുന്നു. മാർപ്പാപ്പ അധികാരത്തിൻ്റെ ട്രാൻസ്ഫർ എല്ലായ്പ്പോഴും വളരെ സീക്രട്ടീവാണ്. ഒപ്പം 2000 വർഷം പഴക്കമുള്ള ആചാരങ്ങളിൽ അധിഷ്ഠിതവും. താഴിട്ട് പൂട്ടിയ വാതിലുകൾ, ചുവന്ന ചെരുപ്പുകളും മേലങ്കികളും, കത്തിച്ചു കളയുന്ന ബാലറ്റ് പേപ്പറുകൾ, ഇത് വെറും ആചാരങ്ങൾ മാത്രമല്ല, ഒരുതരം ഡിവൈൻ റൈറ്റ്, ദൈവികമായ അവകാശത്തിൻ്റെ, അധികാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. എന്നാൽ ഫിലിം മേക്കേഴ്സിന് ഇത് പലപ്പോഴും ഒരു അൾട്ടിമേറ്റ് ഡ്രാമ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇന്നിവിടെ പറയാൻ പോകുന്ന സിനിമകൾ കോൺക്ലേവിനെ ഡിഫറൻറ്റ് ലെൻസിലൂടെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ചിലത് കൊലപാതകങ്ങളും ഗൂഢാലോചനകളും രഹസ്യങ്ങളും നിറഞ്ഞൊരു ത്രില്ലർ എക്സ്പീരിയൻസ് തരുമ്പോൾ, ചിലത് 100 കോടി ആളുകളെ നയിക്കേണ്ട വ്യക്തി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഇൻറ്റിമേറ്റ് ആയ ഡ്രമാറ്റിക് ഫീൽ തരുന്നവയാണ്. 1. കോൺക്ലേവ്. എഡ്വേർഡ് ബർഗർ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഗ്രിപ്പിംഗ് പൊളിറ്റിക്കൽ റിലീജിയസ് ത്രില്ലർ സിനിമയാണ് കോൺക്ലേവ്. മാർപ്പാപ്പയുടെ പെട്ടെന്നുള്ള മരണവും തുടർന്ന് നടക്കുന്ന പോപ്പ് ഇലക്ഷനിലേക്കും ആഴ്ന്നിറങ്ങുന്ന സിനിമ. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൻ്റെ മേൽനോട്ടം കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ ഡീനായ കാർഡിനൽ ലോറൻസിനാണ്. സിസ്റ്റീൻ ചാപ്പലിൽ കർദിനാൾമാർ ഒത്തുചേർന്നപ്പോൾ അവർക്കിടയിൽ രാഷ്ട്രീയ കുതന്ത്രങ്ങളും പ്രത്യയശാസ്ത്ര സംഘർഷങ്ങളും ഉടലെടുക്കുന്നു. വിശ്വാസം മാറ്റി നിർത്തി അധികാരമോഹികളായി മാറുന്ന കാഴ്ച. തൻ്റെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന കർദിനാൾ ലോറൻസ് ഇതിനിടയിൽ അകപ്പെടുന്ന അവസ്ഥ. സിനിമ അവസാനിക്കുന്നത് ചർച്ച് ട്രഡീഷൻ്റെ അസ്ഥിവാരത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഡ്രമാറ്റിക് ട്വിസ്റ്റിലാണ്. കർദിനാൾമാരുടെ വ്യക്തിപരമായതും ആശയപരമായതുമായ സ്ട്രഗിൾസ് പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നത് ഈ ആധുനിക ലോകത്തെ ക്രിസ്ത്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള വിശാലമായ ഒരുപാട് ചോദ്യങ്ങളാണ്. കാർഡിനൽ ലോറൻസായി അഭിനയിച്ചിരിക്കുന്നത് റാൾഫ് ഫിനെസ് ആണ്. ക്യാരക്ടറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രഗിൾസും മോറൽ ഡിലമയും വളരെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കുന്ന അഭിനയം. എഡ്വേർഡ് ബർഗറിൻ്റെ സംവിധാനം. വത്തിക്കാൻ സെറ്റിങ്സിൻ്റെയൊക്കെ സമൃദ്ധിയും എന്നാൽ വിരക്തിയും ഇത്രയധികം ഡീറ്റെയിൽ ആയി കാണിച്ചിട്ടുള്ള മറ്റ് സിനിമകൾ കണ്ടിട്ടില്ല. ഞെട്ടിച്ച മറ്റൊരു കാര്യം സിനിമാറ്റോഗ്രഫിയാണ്. കോൺക്ലേവിൻ്റെ കർശനമായ ഫോർമാലിറ്റിയൊക്കെ സിമെട്രിയിലും കോമ്പോസിഷനിലും ഒപ്പം ക്യാരക്ടേഴ്സിൻ്റെ ഏകാന്തതയും സൂക്ഷ്മമായ പ്രവൃത്തികളും ഓവർഹെഡ് ഷോട്ടുകളിലൂടെയും ക്ലോസപ്പ് ഷോട്ടുകളിലൂടെയും ഫ്രഞ്ച് സിനിമാറ്റോഗ്രാഫറായ സ്റ്റെഫാൻ ഫോണ്ടെയിൻ പകർത്തിയിരിക്കുന്നത് പ്രേക്ഷകന് തരുന്നത് വ്യത്യസ്തമായ അനുഭവമാണ്. സിസ്റ്റീൻ ചാപ്പലിൻ്റെ റിപ്ലിക്ക ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയധികം ഒഥൻറ്റിക് ആയിട്ടാണ്. അതുപോലെ തന്നെ കോൺക്ലേവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഥാഗതിയുടെ പുരോഗതിക്ക് അനുസരിച്ച് പ്രേക്ഷകനിൽ ടെൻസ് ഫീൽ ഉണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇവിടെ മ്യൂസിക്കിൻ്റെ റോള് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 2. ദി ടു പോപ്സ്. പോപ്പ് ബെനഡിക്റ്റ് 16 കർദിനാൾ ജോർജ് ബെർഗോഗ്ലിയോയും. ഈ കർദിനാൾ ജോർജ് ബെർഗോഗ്ലിയാണ് പിന്നീട് മാർപ്പാപ്പയായ ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ 21 കാലം ചെയ്ത പോപ്പ് ഫ്രാൻസിസ്. ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഫിക്ഷണലൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്ന പൂർണ്ണമായും ക്യാരക്ടർ ബേസ്ഡ് ആയ ഒരു കൺവെൻഷണൽ ത്രില്ലറോ പൊളിറ്റിക്കൽ ഡ്രാമയോ അല്ലാത്ത ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ സിനിമയാണ് 2019 ഇറങ്ങിയ ഫെർണാണ്ടോ ഫെററിയ മെറല്ലേസ് സംവിധാനം ചെയ്ത ദി ടു പോപ്സ്. പാപ്പൽ ഇലക്ഷനെ അതിൻ്റെ വ്യക്തമായ നടപടിക്രമങ്ങളിലൂടെ കാണിക്കുന്നതിനേക്കാൾ ഉപരി 2005 2013 പാപ്പൽ ഇലക്ഷനെ മുൻനിർത്തി ഒപ്പം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ സ്ഥാനമൊഴിയലും തുടർന്ന് 2 വ്യത്യസ്തരായ, അതും തത്വചിന്താപരമായും ദൈവശാസ്ത്രപരമായും വളരെ വ്യത്യസ്തരായ 2 വ്യക്തികളുടെ കഥയുമാണ് ചിത്രം പറയുന്നത്. സിനിമ ആരംഭിക്കുന്നത് 2005 ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ മരണവും തുടർന്ന് നടന്ന കോൺക്ലേവ് കാണിച്ചുകൊണ്ടാണ്. അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് യാഥാസ്ഥിതിക പാരമ്പര്യവാദിയായ കർദിനാൾ ജോസഫ് റെയ്റ്റ്സിംഗറിനാണ്. അദ്ദേഹമാണ് പിന്നീട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാവുന്നത്.
അന്ന് 2ാം സ്ഥാനം ലഭിച്ച കർദിനാൾ ജോർജ് ബെർഗോഗ്ലിയോ പള്ളിയുടെ കർക്കശമായ രീതികളിൽ താല്പര്യക്കുറവുണ്ടായിരുന്ന എന്നാൽ വളരെ ഹമ്പിളായ ഒരു പരിഷ്കരണവാദിയായിരുന്നു. ശേഷം 2012 അഴിമതിയിൽ മുങ്ങിയ ക്രിസ്ത്യൻ അഡ്മിനിസ്ട്രേഷനുകളിൽ നിരാശനായി തൻ്റെ കർദിനാൾ സ്ഥാനം രാജിവെക്കാനുള്ള അനുമതിക്കായി ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ കാണാൻ ചെല്ലുന്ന കർദിനാൾ ജോർജ് ബെർഗോഗ്ലിയോയും തുടർന്ന് അവർക്കിടയിലെ സംഭാഷണങ്ങളിലൂടെയുമാണ് കഥ പോകുന്നത്. 2005 കോൺക്ലേവ്, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ റെസിഗ്നേഷൻ, 2013 കോൺക്ലേവ് എന്നിവയൊക്കെ കഥയ്ക്ക് അനുചിതമായ രീതിയിൽ എന്നാൽ എഫക്റ്റീവായി ഒപ്പം മതപരമായ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സിനിമ കൈകാര്യം ചെയ്യുന്ന ആശയം പാരമ്പര്യവും പരിഷ്കാരവും തമ്മിലുള്ള പിരിമുറുക്കം മാത്രമല്ല, ഒപ്പം ഭൂതകാലം വേട്ടയാടുന്ന 2 മനുഷ്യരുടെ പരസ്പരമുള്ള ഏറ്റുപറച്ചിലും കൂതാശയും കൂടിയാണ്. സിനിമയെ പൂർണ്ണമായും നയിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവതരിപ്പിച്ച ജൊനാഥൻ പ്രൈസിൻ്റെയും ബെനഡിക്റ്റ് മാർപ്പാപ്പയായി അഭിനയിച്ച ആന്റണി ഹോപ്കിൻസിൻ്റെയും ഗംഭീരം പ്രകടനങ്ങളാണ്. ഒരു ഡോക്യുമെൻ്ററി ഫീൽ തരുന്ന ഇൻറ്റിമേറ്റായ ഒപ്പം ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന ക്യാമറ മൂവാണ് ഡയറക്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. കോൾഡർ ഇൻറ്റീരിയറിനോടൊപ്പം വാം കളർ പാലറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് മാർപ്പാപ്പമാരുടെ ഇമോഷണൽ ജേണിയെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ്. അങ്ങിങ്ങായി ലാറ്റിൻ മ്യൂസിക് ബേസ്റ്റ് ഔട്ട് ചെയ്തു വരുന്നുണ്ടെങ്കിലും ഒരു ക്ലാസിക്കൽ മിനിമലിസ്റ്റ് സ്കോറാണ് ചിത്രത്തിലുടനീളം നിലനിൽക്കുന്നത്. കുറവുകളുള്ള എന്നാൽ പ്രതീക്ഷയുള്ള, മാറ്റങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എന്നാൽ നേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കാത്ത 2 പച്ചയായ മനുഷ്യ ആത്മാക്കളെക്കുറിച്ചാണ് ബേസിക്കലി ഈ സിനിമ. 3. ഏഞ്ചൽസ് ആൻഡ് ഡീമോൺസ്. ഡാൻ ബ്രൗൺ എഴുതിയ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി റോൺ ഹൊവാർഡ് സംവിധാനം ചെയ്ത ഫാസ്റ്റ് പേസ്ഡ് മിസ്റ്ററി ത്രില്ലറാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമോൺസ്. ശാസ്ത്രവും മതവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാണിക്കുന്നതിനോടൊപ്പം മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സുകളിലേക്ക് സീക്രട്ട് സൊസൈറ്റിയുടെ നുഴഞ്ഞുകയറ്റം കൂടി ഇവിടെ പ്രതിപാദിക്കുന്നു. കഥ ആരംഭിക്കുന്നത് നിലവിലെ മാർപ്പാപ്പയുടെ മരണത്തോടെയും തുടർന്ന് മാർപ്പാപ്പ ഇലക്ഷനായി കോൺക്ലേവ് വിളിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്. അതിനിടയിൽ അടുത്ത മാർപ്പാപ്പയാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 4 കർദിനാൾമാരെ ഇല്ലുമിനാറ്റി എന്നൊരു മിസ്റ്റീരിയസ് ഗ്രൂപ്പ് തട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ കഥയാകെ മാറുകയാണ്. തുടർന്ന് വത്തിക്കാൻ മുഴുവൻ അനിശ്ചിതത്തിലാവുകയും ഇല്ലുമിനാറ്റിയുമായുള്ള ബന്ധം തിരിച്ചറിയാൻ ഹോവാർഡ് സിംബോളജിസ്റ്റ് റോബർട്ട് ലാങ്ഡന്റെ അന്വേഷണവുമാണ് സിനിമ പറയുന്നത്. സിനിമയിൽ കോൺക്ലേവിനെ കാണിക്കുന്നത് പ്രതീകാത്മകമായിട്ടാണെങ്കിൽ കൂടി ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട അതേ സ്റ്റൈലോടുകൂടിയാണ്. ഹൈ ലെവൽ വിഷ്വൽ ഡീറ്റെയിലോട് കൂടിയ സിസ്റ്റീൻ ചാപ്പൽ, മാർപ്പാപ്പ ഇലക്ഷൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്മോക്ക്, ഇതൊക്കെ റിയാലിറ്റിയുടെ അടുത്ത് നിൽക്കുന്നതായി കാണിച്ചപ്പോൾ അടുത്ത മാർപ്പാപ്പയാകാനുള്ള ടോപ്പ് കാൻഡിഡേറ്റ് കൺസെപ്റ്റും ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ റോൾ നിർവഹിക്കുന്ന ക്യാമർലെങ്കോയും ഫിക്ഷണലൈസ് ചെയ്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചരിത്രപരമായി നിലനിൽക്കുന്ന ഇല്ലുമിനാറ്റിയും ക്രിസ്ത്യൻ ട്രഡീഷനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒപ്പം അധികാരത്തിന് വേണ്ടി അഴിമതിയിൽ മുക്കിയ വിശ്വാസവും സിനിമ ഉയർത്തുന്ന ചോദ്യങ്ങളിലൊന്നാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന വിശുദ്ധമായ ഇടങ്ങൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന കോൺസ്പിറസി തിയറി എസ്തെറ്റിക്സിനെ സിനിമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണിക്കുകയാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമോൺസ്. പ്രൊഡക്ഷൻ ഡിസൈനും സിനിമാറ്റോഗ്രഫിയും സിനിമയുടെ മൊത്തത്തിലുള്ള ഡാർക്ക് മൂഡ് തീമിനെ പൂർണ്ണമായും നിലനിർത്തുന്ന രീതിയിലാണ്. ഫാസ്റ്റ് പേസ്ഡ് ഒപ്പം ഇൻറ്റൻസായി എഡിറ്റിംഗ്, കൂടെ പവർഫുൾ എന്നാൽ ക്രിസ്തീയ സഭാ സംബന്ധിയായ മ്യൂസിക്, അതും ഹാൻസ് സിമ്മറിൻ്റെ. അത് കോൺക്ലേവ് സീനുകൾക്ക് നൽകുന്ന മഹത്വം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 4. ഹബേമസ് പാപ്പം. നാന്നി മൊറേറ്റി സംവിധാനം ചെയ്ത ഇറ്റാലിയൻ കോമഡി ഡ്രാമ സിനിമയാണ് ഹബേമസ് പാപ്പം. ഹബേമസ് പാപ്പം എന്നത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിന് ശേഷം ലോകത്തെ പരിചയപ്പെടുത്താൻ കോളേജ് ഓഫ് കർഡിനാലിൻ്റെ പ്രോട്ടോ ഡീക്കൺ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് ഉറക്കെ പറയുന്ന വാക്കുകളാണ്. ഈ ലാറ്റിൻ പ്രയോഗത്തിൻ്റെ അർത്ഥം വി ഹാവ് എ പോപ്പ് എന്നാണ്. സിനിമയിൽ മാർപ്പാപ്പയുടെ മരണശേഷം കോൺക്ലേവ് കൂടുകയും വളരെ ഭംഗിയായ വിശ്വാസപൂർണമായ ഇലക്ഷന് ശേഷം കാർഡിനൽ മെൽവില്ലിയെ അടുത്ത പോപ്പായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബാൽക്കണിയിൽ നിന്ന് ഹബേമസ് പാപ്പം എന്ന് പറഞ്ഞ് പുതിയ പോപ്പിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് കാർഡിനൽ മെൽവില്ലി പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി ഓർത്ത് ആത്മധൈര്യം നഷ്ടപ്പെടുകയും പേടിക്കുകയും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത വത്തിക്കാൻ സഹായത്തിനായി ഒരു സൈക്കോ അനലിസ്റ്റിനെ കൊണ്ടുവരുന്നു. എന്നാൽ ഇതിനിടയിൽ മെൽവില്ലി വത്തിക്കാനിൽ നിന്ന് ഒളിച്ച് പുറത്തു കിടക്കുകയും തനിക്ക് കിട്ടിയ ഈ വേഷം പൂർണ്ണമായി ഒഴിവാക്കണോ അതോ സ്വീകരിക്കണോ എന്ന് സ്വയം അന്വേഷിക്കുന്നതുമാണ് കഥ. ക്രിസ്തീയ ആചാരങ്ങളെയും കോൺക്ലേവിനെയും പോപ്പ് ഇലക്ഷനിലെ സെറിമോണിയൽ മെത്തേഡ്സിനെയും വളരെ ബഹുമാനത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നു. സിനിമയിലെ കർദിനാൾ പ്രായമായ വൾണറബിളായ അധികാരമോഹികളല്ലാത്ത മനുഷ്യരായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദൈവികമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാൾ മെൽവില്ലി തനിക്ക് കിട്ടിയ സ്ഥാനത്തിന് അയോഗ്യനാണെന്ന് തിരിച്ചറിയുന്നതും തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും ഒരു സാധാരണ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും ഒപ്പം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോഴുള്ള സൈക്കോളജിക്കൽ പ്രഷറിനെയും കാണിക്കുന്നു. ചർച്ചിൻ്റെ അൾട്ടിമേറ്റ് ഫിഗർ ഹെഡായി മാറുന്നതിനുള്ള ഒരു വ്യക്തിയുടെ ആന്തരികമായ വൈകാരികതയും ഒരു ക്രൈസിസ് വരുമ്പോൾ ദൈവഭക്തിയേക്കാൾ ഉപരി ആത്മവിശ്വാസത്തിലാണ് പ്രാധാന്യം എന്നും സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം സിനിമ മറ്റൊരു ചോദ്യം കൂടി അവശേഷിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പ ഒരു മനുഷ്യൻ മാത്രമല്ലേ?
ദൈവികമായ ആ സ്ഥാനത്തിൻ്റെ ഭാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവുന്നതിലപ്പുറമല്ലേ. മൈക്കൽ പിക്കോളിയുടെ കർഡിനാൾ മെൽവിലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നാണ്. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ നാച്ചുറൽ ഫ്രെയിമുകളോട് കൂടിയ സോഫ്റ്റ് ലൈറ്റിംഗ് കൊണ്ട് വത്തിക്കാൻ ഇൻറ്റീരിയേഴ്സിനെയൊക്കെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. റോമിലൂടെ കർദിനാൾ മെൽവിൽ നടക്കുന്നത് ഇമോഷണലും അതിനോടൊപ്പം ഹ്യൂമൻ ടോണും ചേർന്ന രീതിയിലാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലുടനീളം കാണിക്കുന്ന കഥാസന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ ഡിസൈൻ, അതിനോടൊപ്പം ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതെല്ലാം ചേർത്ത് ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകന് തരുന്നത്. 5. ദി ഷൂസ് ഓഫ് ദ ഫിഷർമാൻ. 1968 ഇറങ്ങിയ ദി ഷൂസ് ഓഫ് ഫിഷർമാൻ ആണ് ആദ്യമായി പാപ്പൽ കോൺക്ലേവിനെ ചിത്രീകരിച്ച ഹോളിവുഡ് സിനിമ. മൈക്കൽ ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത സിനിമ പറയുന്നത് മാർപ്പാപ്പ അധികാരത്തിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ്. കാലം തെറ്റി ഇറങ്ങിയ സിനിമയെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു എപ്പിക് പൊളിറ്റിക്കൽ റിലീജിയസ് ഡ്രാമ. പാപ്പൽ ഇലക്ഷനിലെ ആചാരങ്ങൾക്കൊപ്പം കോൾഡ് വാർ ജിയോ പൊളിറ്റിക്സും ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പ്രതിസന്ധികളും ഒപ്പം ദൈവശാസ്ത്രപരമായ ആത്മീയ ചിന്തയും ബ്ലെൻഡ് ചെയ്തെടുത്ത ഒരു ഗ്രേറ്റ് ഫിലിമാണ് ദി ഷൂസ് ഓഫ് ദി ഫിഷർമാൻ. കഥ ഇതാണ്. 20 വർഷമായി സൈബീരിയൻ ലേബർ ക്യാമ്പിൽ അകപ്പെട്ടു പോയ ഉക്രൈനിയൻ ആർച്ച് ബിഷപ്പ് കിറിൽ ലക്കോട്ടയെ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഫലമായി സോവിയറ്റ് പ്രീമിയർ റിലീസ് ചെയ്യുന്നു. തുടർന്ന് റോമിലെത്തുന്ന ലക്കോട്ടയെ അന്നത്തെ പോപ്പ് കോളേജ് ഓഫ് കർദിനാളിലെ മെമ്പറാക്കുകയും ചെയ്യുന്നു. പോപ്പിൻ്റെ മരണശേഷം നടക്കുന്ന ഇലക്ഷനിൽ ലക്കോട്ട പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ചൈനയും USSRും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായി ലോകം ഒരു ന്യൂക്ലിയർ യുദ്ധത്തിൻ്റെ അരികിൽ എത്തി നിൽക്കുമ്പോൾ പോപ്പ് കിറിൽ ഒരു സ്പിരിച്വൽ ഡിപ്ലോമാറ്റ് അഥവാ ആത്മീയ നയതന്ത്രജ്ഞനായി മാറേണ്ടി വരികയും തുടർന്ന് നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളുമാണ് സിനിമ പറയുന്നത്. മോഡേൺ പാപ്പൽ കോൺക്ലേവിനെ ആദ്യമായും വ്യക്തമായും ബഹുമാനത്തോടെയും ഒരു ഡോക്യുമെൻ്ററി ലെവൽ കൃത്യതയോടെ കാണിച്ചിരിക്കുന്നത് ഈ സിനിമയിലാണ്. കോൺക്ലേവിലെ ആചാരങ്ങൾ, കർദിനാൾമാരുടെ മാനസികാവസ്ഥ, വൈകാരികമായ മാർപ്പാപ്പ ദർശനം തുടങ്ങി പാപ്പൽ ഇലക്ഷനായി ബന്ധപ്പെട്ടതെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ തട്ടുന്ന കഥാപാത്രമായി പോപ്പ് കിറിൽ മാറുന്നത് ആന്റണി ക്വിന്നിൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും സിസ്റ്റീൻ ചാപ്പലിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. മതപരമായ അനുഭവം നിലനിർത്തുന്ന എന്നാൽ ഇമോഷണലായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് പോപ്പിനെ അഭിമുഖപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ അതിഗംഭീരമാണ്. കൂടുതൽ ക്യാരക്ടർ ഫോക്കസ്ഡ് സീനുകളുള്ള സിനിമ. ഒരു സ്ലോവർ മൂഡിൽ തുടങ്ങി ചിത്രത്തിലെ നാടകീയത വെളിപ്പെടുത്തുന്നത് പെട്ടെന്നുള്ളൊരു ആക്ഷനിലൂടെയൊന്നുമല്ല, കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും സംഭാഷണങ്ങളിലൂടെയും ധാർമ്മികമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയുമാണ്. ഒരു കാരുണ്യവാനായ മാർപ്പാപ്പ ആ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും തൻ്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിക്കുക എന്നതിനെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ അകമ്പടിയോടെ പറഞ്ഞിരിക്കുന്ന വളരെ വ്യത്യസ്തവും എന്നാൽ ശക്തവുമായ ഒരു അറ്റംപ്റ്റാണ് ദി ഷൂസ് ഓഫ് ദി ഫിഷർമാൻ. വ്യത്യസ്തമായ വ്യക്തിപരമായ ആശയങ്ങളെ കൂട്ടിയിണക്കുകയാണ് ദി ടു പോപ്സ് ചെയ്യുന്നത്. ആന്തരികമായ മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ് ഹബേമസ് പാപ്പം പ്രതിപാദിക്കുന്നത്. ദി ഷൂസ് ഓഫ് ദി ഫിഷർമാൻ കാണിക്കുന്നത് മാർപ്പാപ്പയെ ഒരു ആഗോള ധാർമ്മിക ശക്തിയാക്കിയിട്ടാണ്. അതേസമയം ആധുനിക ലോകത്തെ ക്രിസ്തീയ വിശ്വാസങ്ങളെയും അതോറിറ്റിയെയും ഒന്നിച്ചു കൊണ്ടുവരികയാണ് കോൺക്ലേവിലൂടെ. ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായി ക്രിസ്ത്യൻ ട്രഡീഷനെയും മാർപ്പാപ്പ അധികാരത്തിൻ്റെയും പിന്നിലെ നിഗൂഢതയും മുൻനിർത്തുകയാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്. വ്യത്യസ്തമായ നല്ല സിനിമകൾ കാണാൻ ശ്രമിക്കൂ. മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.